Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 30/4/2025 ബുധനാഴ്ച 24,246 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് 2/5/2025 ഓപ്പൺ ആയത് 24,311 എന്ന ലെവലിലാണ്. അതായത് ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു 65 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ. ഇന്നത്തെ ഹൈ ആൻഡ് ലോ എന്നിവ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 330ലധികം പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ നിഫ്റ്റി വളരെ വേഗം ഉയരത്തിലോട്ട് പോവുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നൊക്കെ നമ്മൾ കരുതുമെങ്കിലും പ്രൈസ് അധികം താഴെ വരാതെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 3 സപ്പോർട്ടുകൾ 3 റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്തിരുന്നു നിഫ്റ്റി ആദ്യത്തെ മൂവിൽ തന്നെ. എന്നാൽ വീണ്ടും ഒരു ചെറിയ ഡിക്ലൈൻ വന്നെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്തിരുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഉയരത്തിന് മുകളിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് അപ്വേർഡ് പോകുമ്പോൾ ആർക്കും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഇത്തരത്തിൽ ഒരു മൂവ് ലഭിക്കുമ്പോൾ നമ്മൾക്ക് ഡേയ്സ് ലോ തീർച്ചയായും ഇത്രയും ലെങ്തി ആയതുകൊണ്ട് ഡേയ്സ് ലോ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടി വരും. അത് വളരെ വലിയ ഒരു സ്റ്റോപ്പ് ലോസ് റേഞ്ച് ആയതുകൊണ്ട് ഇത്തരത്തിലൊരു ടേണിംഗ് ലഭിക്കുമ്പോൾ ഒന്നുകിൽ എവിടെ നിന്നാണോ ടേൺ ചെയ്യുന്നത് ആ ലെവൽ താഴെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. അതല്ലെങ്കിൽ തൊട്ട് താഴെയായി വരാകാവുന്ന ഒരു സപ്പോർട്ട്, അത് ഒരു സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവലായി കണക്കാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായും നല്ല ഒരു ടാർഗറ്റിനുള്ള സാധ്യതയാണ്. ഇവിടെ ഈ ട്രേഡ് ചെയ്ത പലരും ആൻഡലുകൾ അയച്ചു തന്നിരുന്നു. എന്നാൽ നമ്മൾ അതിനു മുകളിലോട്ട് കഴിഞ്ഞ ദിവസം ഫാളിംഗ് ട്രെൻഡിൽ നിന്നിരുന്നതുകൊണ്ട് ഈ ലെവലുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസ് പിന്നീട് വരുന്നത് 24,643 എന്ന ലെവലായിരുന്നു. എന്നാൽ 24,590 ലെവലുകൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് പതിയെ അവിടുന്ന് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. ഒരു ഡിക്ലൈൻ ആണ്, വീണ്ടും ബൈ ചെയ്യാം എന്ന് കരുതിയവർക്ക് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും അത് ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ല് ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുന്നതാണ്. വീണ്ടും അടുത്ത സപ്പോർട്ടിൽ വന്നു, അവിടെയും പ്രൈസ് ടേൺ ചെയ്യുന്നില്ല എന്നുള്ളത് കാണാവുന്നതായിരുന്നു. നമ്മൾ കരുതിയിരുന്ന ഈ ലെവലും ബ്രേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തേക്കാം എന്നുള്ളതാണ്. അത്തരത്തിൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും എൻട്രി സെല്ലിംഗ്, എല്ലാ റൈസും സെല്ല് ചെയ്യാനുള്ള ഒരു ഭാഗത്തിന് വരികയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടുമ്പോൾ ഡേയ്സ് ലോ ആയിരിക്കാം നെക്സ്റ്റ്, അതിനുശേഷം തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഇതായിരിക്കാം ടാർഗറ്റ് ലെവൽ. എന്നാൽ ഈ സപ്പോർട്ട് ലെവലിൽ നിന്നും കൃത്യമായി ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് റിവേഴ്സ് ആകുന്നത് കാണാവുന്നതാണ്. അവിടെ നിന്നും നമുക്ക് ഒരു ട്രേഡ് എൻ്റർ ആകാൻ കഴിയുന്നതായിരുന്നു. അതൊരു ലെവൽ കഴിഞ്ഞ ദിവസത്തെ ഉയരത്തിന് ആദ്യം എവിടെയാണോ സപ്പോർട്ട് എടുത്തിരുന്നത്, ഇന്ന് ആദ്യത്തെ മൂവ്മെന്റ് തരുമ്പോൾ എവിടെയാണോ സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് പോയത് ആ ലെവലിൽ ചെന്നതിന് ശേഷം വീണ്ടും ഡിക്ലൈൻ ആയി അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ മാർക്കറ്റിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യമായി ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതൊരു എക്സ്പീരിയൻസിന്റെ ഭാഗം മാത്രമാണ്. എത്രത്തോളം നമ്മൾ ഈ പ്രൈസ് മൂവ് ചെയ്യുന്നതിനെ കണ്ട് പരിചയിച്ചിട്ടുണ്ടോ, അതിനെ ഒരു എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ, അപ്പോൾ നമ്മൾക്ക് ഒരു കൃത്യമായ സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് ഒരു എൻട്രി എടുക്കാനും ഒരു ടാർഗറ്റ് ലെവലുകൾ പ്രതീക്ഷിക്കാനും കഴിയും. എപ്പോഴും സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റായി നമ്മളെ സംബന്ധിച്ച് അവിടെ നിലകൊള്ളും എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതൊരു പ്രോബബിലിറ്റി ഗെയിം കൂടിയാണ്. സ്റ്റോപ്പ് ലോസിനെ ഭയക്കുന്നവർക്ക് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ടാവാം. ചില സമയങ്ങളിലെല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയേക്കാം. അങ്ങനെ വ്യക്തമായി സ്റ്റോപ്പ് ലോസ് വെക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയാൽ അത് ഒരു ടാർഗറ്റ് ഹിറ്റ് പോലെ തന്നെ കണക്കാക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ക്യാപിറ്റലിൽ നിന്നും ലോസ് വരാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് യഥാർത്ഥത്തിൽ നൽകുന്നത്. അത്തരത്തിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റോടുകൂടി നമ്മൾ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ആയാൽ പോലും അടുത്ത ഒരു ട്രേഡിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം എൻ്റർ ആയാൽ വന്ന ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ നമുക്ക് കമന്റ് തരാറുണ്ട്, നിങ്ങൾ പബ്ലിക് ചാനലിൽ കാണാറുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു ധൈര്യം നേടിയവർ, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. അവർ പലരും ആൻഡലുകൾ തരികയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഇപ്പോൾ അത്ര കണ്ട് ഭയക്കുന്നില്ല എന്ന് പറയുന്നതും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. ഒരു മാർക്കറ്റ് ഒരു ദിവസത്തെ അത് നല്ലതോ ചീത്തയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അന്ന് മൂവിങ് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. മൂവിങ് റേഞ്ചുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ സ്റ്റോപ്പ് ലോസിൽ നിന്ന് കൃത്യമായ എൻട്രി എടുത്ത് അധികം വലിയ ടാർഗറ്റുകൾ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു 8-10 പോയിന്റ് ഒക്കെ
ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മൂവ്മെന്റുകൾ നിഫ്റ്റിയിൽ ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ഏതൊരു ഇൻഡെക്സിലായാലും ഉണ്ടായാൽ പോലും നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. അത് കൃത്യമായി പരിശീലിച്ചു കഴിഞ്ഞാൽ ആർക്കും സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത്തരത്തിൽ പരിശീലിച്ചവർ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുകയും P&L ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കും മാർക്കറ്റ് വളരെ മോശമാണ്, എന്നിട്ടും എങ്ങനെയാണ് ഇത്ര നല്ല രീതിയിൽ ഇത് ചെയ്യാൻ കഴിയുക എന്ന്. പക്ഷേ അതിന് പ്രാവീണ്യം നേടിയവരുണ്ട്, അഥവാ അവർ നിരന്തരം പ്രയത്നത്തിലൂടെ ആ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് അവസരങ്ങൾ. അപ്പോൾ ഇന്ന് നൽകിയ ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക്, അഥവാ ഇനി 2 ദിവസം മാർക്കറ്റ് അവധിയാണ്, അടുത്ത തിങ്കളാഴ്ചത്തേക്ക് നമ്മളുടെ ട്രേഡിനെ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,304 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,265 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുകളിലേക്ക് 24,546 എന്ന ലെവലായിരിക്കാം ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ. അതിനു മുകളിൽ ഇന്നത്തെ ഉയരം 590 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മുമ്പേ രേഖപ്പെടുത്തിയിരിക്കുന്ന 24,643 എന്ന ലെവലാണ് അടുത്ത പ്രധാന റെസിസ്റ്റൻസ്. മൈനർ റെസിസ്റ്റൻസുകളായി 24,448, 494 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. അത് ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,448 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 24,237 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ്, അതായത് ഇന്നത്തെ ലോ. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അതിൽ 24,009 എന്ന് പറയുന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കുമെന്ന് കരുതുന്നു. 55,046 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തൊട്ട് താഴെ 54,931 എന്ന മൈനർ സപ്പോർട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുകളിലേക്ക് 55,321, 55,482, 55,600, 715 എന്നിങ്ങനെയുള്ള ടാർഗറ്റ് ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 55,321 എന്ന ലെവല് തന്നെയാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്ത കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അതിൽ പ്രധാന റെസിസ്റ്റൻസ് ആയി 55,482 എന്ന ലെവൽ കണക്കാക്കുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 54,723 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ സപ്പോർട്ടുകൾ
ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 80,369 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 80,267 എന്ന മൈനർ സപ്പോർട്ടാണ് തൊട്ട് താഴെയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 81,086 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ എന്നാണ് കാണുന്നത്. അതിന് താഴെ 80,768, 940 എന്നിങ്ങനെയുള്ള ലെവലുകളും 81,000 മുകളിൽ 81,178, 287 എന്നിങ്ങനെയുള്ള റെസിസ്റ്റൻസ് ലെവലുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടത് 80,768 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലേക്ക് പ്രൈസ് സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ 80,168 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ നമുക്ക് പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിഞ്ഞേക്കും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അതിൽ 79,143 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി നിലകൊള്ളും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന കേവലമായ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ നിന്നും തയ്യാറാക്കുന്നവയാണ്. നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുന്നവർക്കും പഠനാർത്ഥം ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. നിങ്ങളുടെ പരിശോധനയിൽ നമ്മളുടെ ചാനലും ട്രേഡിംഗ് പ്ലാൻ ഗുണകരമാണ്, ലെവലുകൾ പ്രയോജനകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ വാട്സപ്പ് കോൺടാക്ട് നമ്പർ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാനുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ മാത്രമേ അത്തരത്തിൽ ഒരു ശ്രമം നടത്താവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്